ഹായ് വൈകുന്നേരമായപ്പോൾ എനിക്ക് ഭയങ്കര കൊതി. കാരണം മഴ വരുമ്പോഴാണല്ലോ നമുക്ക് കൊതികളൊക്കെ വരുന്നത്. അങ്ങനെ ഞാൻ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാൻ ഏത്തയ്ക്ക ഇല്ല. അതുകൊണ്ട് തന്നെ ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉള്ളിയൊക്കെ എടുത്തു കേട്ടോ. ആകെപ്പാടെ എടുത്തത് 2 ഉള്ളിയും പിന്നെ രാവിലെ കുക്ക് ചെയ്തതിൻ്റെ ബാക്കി 1 ഉള്ളിയും കൂടി ഇരുന്നു കേട്ടോ. ഇതെല്ലാം കൂടി ഈ 3 എണ്ണം കൂടി എടുത്താണ് ഞാൻ ഉള്ളിവട ഉണ്ടാക്കാനായിട്ടിരുന്നത്. അല്ലെങ്കിലും മഴ വരുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നത്. അങ്ങനെ മക്കൾക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. എനിക്കാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നത്. അവർക്ക് അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കുന്നതാണ് ഇഷ്ടം. ഈ ഉള്ളിവടയൊക്കെ എണ്ണയിൽ വറുത്തതൊന്നും അധികം അവരാരും കഴിക്കില്ല കേട്ടോ. ഇത് കൂടുതലും ഞാനാണ് കഴിക്കുന്നത്. ചേട്ടനെ വഴക്ക് പറയുകയും ചെയ്യും, എണ്ണ വറുത്തത് കഴിക്കുന്നെന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനൊരു ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. കാരണം പച്ചമുളക് എടുത്തില്ല കേട്ടോ. പച്ചമുളക് എടുത്താൽ കുഞ്ഞുങ്ങളധികം കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പച്ചമുളക് എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നല്ല ഇടിയും ഉണ്ട് കേട്ടോ. ഭയങ്കര ഇടിമിന്നലും ഉണ്ട്. അപ്പം ഇടിയും മിന്നലും ആയതുകൊണ്ട് ഇവർ രണ്ടുപേരെയും പേടിച്ച് ഞാൻ എൻ്റെ കൂടെ തന്നെ കൊണ്ടുവന്ന് അടുക്കളയിൽ തന്നെ കസേര ഇട്ടിരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ മിന്നൽ കാരണം ഭയങ്കര പേടി എനിക്ക്. അതുകൊണ്ട് രണ്ടുപേരെയും കൂടെ എനിക്കും കൂട്ടിന്, പിന്നെ അവർക്കൊരു കൂട്ടാവുമല്ലോ. പക്ഷേ ഉള്ളി അരിഞ്ഞത് ഞാൻ ഇച്ചിരി തിന്നായിട്ട് അരിയേണ്ടതിന് വരെ നല്ല തിക്കായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങ് ശരിക്കും ഉള്ളിവടയ്ക്ക് ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ അരിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കാൻ ഇച്ചിരി ടഫുള്ള പരിപാടിയായിരുന്നു കേട്ടോ. കാരണം കൈകൊണ്ട് കുഴച്ചിട്ട് വരുന്നില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഉള്ളി പൊട്ടിപ്പോവായിരിക്കും എന്ന് വിചാരിച്ചു എണ്ണയിലിടുമ്പോൾ. പക്ഷെ പൊട്ടിപ്പോയതൊന്നും ഇല്ല കേട്ടോ. നേരത്തെ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, 2-3 പ്രാവശ്യം. പക്ഷേ ഒരുപാട് നാളിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് അതിൻ്റെ കൂടെ ഇഞ്ചിയൊക്കെ ആയി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ മക്കൾ വന്ന് കൈയിട്ട് വാരിക്കൊണ്ട് പോകുന്നുമുണ്ട്. എന്താണെന്നറിയത്തില്ല, പച്ചയ്ക്ക് ഉള്ളി തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ് മൂത്താളിന്. ഞാൻ തിന്നാറില്ല. മക്കൾ ഇളയാളും ആ കൂട്ടത്തിൽ ഒരു കുഞ്ഞു കൈയും കൂടെ വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ അടുപ്പിൽ വെച്ചു. ചായ കുടിക്കാനായിട്ട് ഇന്ന് എന്താണെന്നറിയില്ല, എനിക്ക് മധുരം ഇട്ട് ചായ കുടിക്കണമെന്നൊരു കൊതി. സാധാരണ ഞാൻ മധുരം ഇടാതാണ്, പഞ്ചസാര ഇടാതെ ചായ കുടിക്കാറ്. ഇപ്പം ഇന്ന് ഞാൻ മധുരവും കൂടി ഇട്ടൊക്കെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉള്ളിവട ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ഇച്ചിരി കാര്യമായിട്ടായിക്കോട്ടെന്ന് വിചാരിച്ചു. ഇടിയും മിന്നലും മഴയും ഉള്ളിവടയും ചായയും, സൂപ്പർ. അങ്ങനെ രണ്ടുപേരും കൊണ്ടുവന്ന് കസേര ഇട്ട് ഇവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. കുരുത്തക്കേടൊന്നും കാണിക്കില്ല, എങ്കിലും മിന്നലായതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് ഇവർ രണ്ടുപേരും കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ഇരുത്തിയേക്കും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ മൈദയാണ് ഇട്ടത്. കാരണം വേറൊന്നും കടലമാവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈദ തന്നെ ഇട്ടത്. പിന്നെ കുറച്ച് മൈദയും കൂടി ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇച്ചിരി മുളക് പൊടി, പിന്നെ ഇച്ചിരി പെരുംജീരകം. അങ്ങനെ ഇത്രയും സാധനങ്ങളിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ കൈ കൊണ്ട് ഞെവടിയെടുക്കണം കേട്ടോ. ഞെവടി എടുത്തിട്ടാണ് ഞാൻ അപ്പോഴത്തേക്ക് എൻ്റെ ചായ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ ആറ്റി എടുത്തിട്ടുണ്ട്.